ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കെമിസ്ട്രിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. മെറ്റലർജി എന്ന് പറയുന്നതായിരുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ 1 hour ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ. ബാക്കിയുള്ള ഒരു 1 hour ഒരു വീഡിയോ ഓഫ്ലൈനായിട്ട് മെട്രിക്സിൻ്റെ ബാക്കി അയച്ചു തരാം. 1 hour ഓൺലൈൻ. അത് കഴിഞ്ഞിട്ട് 1 hour നമുക്കൊരു മാത്സിൻ്റെ മെട്രിക്സിൻ്റെ ക്ലാസ് ആണ്. അത് ഞാൻ അയച്ചു തരാം. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. മെറ്റലർജി എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മെത്തേഡുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലോഹങ്ങളെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. അപ്പൊ എല്ലാവരും ഹെഡിങ് കൊടുക്കുക. ആ ക്ലാസ് കേൾക്കാത്തവർ എല്ലാവരും ഇവിടെ നിന്ന് മുതൽ ഹെഡിങ് കൊടുത്ത് പോവുക. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ ആണ്. ഇരുമ്പ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് പറയാനായിട്ട് പോണത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പും ഓരോ നോട്ടായിട്ട് തന്നെ നമുക്ക് എഴുതി വെച്ചിട്ട് പോവാം. അപ്പൊ ഹെഡിങ് കൊടുക്കുക, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, റിവിഷൻ നമുക്ക് പിന്നെ ചെയ്യാം. ഇതിന്റെ മുമ്പത്തെ ഒന്ന് റിവിഷൻ പിന്നെ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ആണ് പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇരുമ്പിന്റെ ഓർസ് ഓഫ് അയൺ. ഏതൊക്കെയായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഹെമറ്റൈറ്റ്, അതുപോലെ മാഗ്നറ്റൈറ്റ്, അതുപോലെ മാഗ്നറ്റൈറ്റ്, അതുപോലെ തന്നെ അയൺ പൈറൈറ്റിസ്. അന്ന് വരാത്ത ആൾക്കാരും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇരുമ്പിന്റെ ഓർസ് ആണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ഹെമറ്റൈറ്റിന്റെ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, Fe2O3. മാഗ്നറ്റൈറ്റിന്റെ Fe3O4. അയൺ പൈറൈറ്റിസിന്റെ FeS2. ഒന്ന് റിവിഷൻ ചെയ്ത് വെക്കാം. ഇവിടുന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്സൈഡ്സ് ഓഫ് അയൺ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, പിന്നെ ഏതാണ്? അയൺ പൈറൈറ്റിസ്. ഹെമറ്റൈറ്റിന്റെ ഫോർമുല Fe2O3, മാഗ്നറ്റൈറ്റിന്റെ ഫോർമുല Fe3O4, അയൺ പൈറൈറ്റിസിന്റെ ഫോർമുല FeS2. നോട്ട് ചെയ്ത് വെക്കുക. എഴുതി കഴിഞ്ഞാൽ പറയാ. ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാണ്. എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യണേ. കെമിക്കൽ ഫോർമുല എഴുതി വെക്കണം. എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ എന്ന് കാണുന്ന നമ്മുടെ ഇരുമ്പ് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ് പറയാൻ പോണത്. എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന ഇരുമ്പിനെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിന് കുറെ സ്റ്റെപ്പുകൾ ഉണ്ട്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പോണത്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ഇരുമ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓറുകളാണ് ഹെമറ്റൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ്, അതുപോലെ തന്നെ അയൺ പൈറൈറ്റിസ്. ഇത് മൂന്നാണ് നമ്മുടെ ഇരുമ്പിന്റെ ഓറുകൾ, അതായത് ലോഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോമ്പൗണ്ടുകൾ. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. ഇതിൽ ഇരുമ്പ് ഉണ്ടാക്കാൻ നമ്മൾ അയൺ പൈറൈറ്റിസ് എടുക്കില്ല. എന്നുള്ള കാരണം നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അയൺ പൈറൈറ്റിസ് നമ്മൾ യൂസ് ചെയ്യില്ല. എന്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ? ഇരുമ്പ് എക്സ്ട്രാക്ട് ചെയ്യാൻ. കാരണം അയൺ പൈറൈറ്റിസ് എന്ന് പറഞ്ഞാൽ FeS2 ആണ്. ഇതിൽ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫർ ആണ്. ഈ സൾഫറിന്റെ പ്രസൻസ് ഉള്ള കാരണം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യും? തുരുമ്പിക്കും. സൾഫറിന്റെ പ്രസൻസ് ഉള്ള കാരണം പെട്ടെന്ന് എന്ത് ചെയ്യും? ഇരുമ്പ് തുരുമ്പിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് യൂസ് ചെയ്യില്ല? അയൺ പൈറൈറ്റിസ് എന്തുണ്ടാക്കാൻ ഉപയോഗിക്കില്ല? ഇരുമ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കില്ല. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ആരും പുതിയ ആൾക്കാർക്ക് വേണ്ടി അത് പറഞ്ഞാണ്. അയൺ പൈറൈറ്റിസ് നമ്മൾ ഇരുമ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല. കാരണം അയൺ പൈറൈറ്റിസിൽ എന്തുണ്ട്? സൾഫർ ഉണ്ട്. ഈ സൾഫറിന്റെ പ്രസൻസ് പെട്ടെന്ന് തന്നെ ഇരുമ്പ് എന്ത് ചെയ്യാൻ?
തുരുമ്പിക്കാനായിട്ട് കാരണമാകും. അതുകൊണ്ട് തന്നെ എന്ത് ഉപയോഗിക്കില്ല? അയൺ പൈറൈറ്റിസ് ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നുണ്ടാവുക? ഹെമറ്റൈറ്റും അതുപോലെ തന്നെ ഏതാണ്? മാഗ്നറ്റൈറ്റും ആണ് എന്തുണ്ടാക്കാൻ ഉപയോഗിക്കുക? അയൺ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഹെമറ്റൈറ്റും അതുപോലെ തന്നെ ഏതാണ്? മാഗ്നറ്റൈറ്റും. അപ്പൊ അവിടെ നിന്ന് ഒരു നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ, എഴുതി വെച്ചോളൂ. ഓരോ സ്റ്റെപ്പ് അപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞു പോവാം. കാരണം നമുക്ക് ഡെറിവേഷൻ പോലെയല്ല, ഇത് വല്ലാതെ പഠിക്കാൻ വലിയൊരു സുഖമുള്ള സാധനമല്ല. അപ്പൊ ഓരോ സ്റ്റെപ്പും അപ്പൊ തന്നെ എഴുതി വെച്ച് പോവാം. എഴുതി വെച്ചോളൂ. അപ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ആ ഇരുമ്പിന്റെ ഓറുകൾ ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ 3 ഉണ്ട്. പക്ഷെ ഇരുമ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ഉള്ളൂ. ഇത് ഉപയോഗിക്കില്ല. ഇത് ചോദിക്കാറുണ്ട് എക്സാമിന്, എന്തുകൊണ്ട് ഉപയോഗിക്കാറില്ല എന്നുള്ളത് കേട്ടോ. അപ്പൊ എഴുതി വെച്ചോളൂ. എഴുതി വെക്കാം. The ores, O-R-E-S, the ores of iron, the ores of iron, hematite and magnetite, hematite and magnetite, hematite and magnetite are used for the extraction of copper, are used for the extraction of copper. Used for the extraction of copper. Full stop. We will not use iron pyrites, copper അല്ല കേട്ടോ. extraction of iron ആണ് ഗായത്രി, കോപ്പർ അല്ല കേട്ടോ. extraction of iron, അയണിന്റെ ഓറുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. അപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു we will not use iron pyrites, we will not use iron pyrites for the extraction of iron, we will not use iron pyrites for the extraction of iron because it contains sulfur, because it contains sulfur, full stop. The presence of sulfur corrodes, C-O-R-R-O-D-E-S, the presence of sulfur corrodes, C-O-R-R-O-D-E-S, corrodes the metal. Presence of sulfur corrodes the metal. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ അയണിന്റെ എക്സ്ട്രാക്ഷൻ പഠിക്കാൻ പോവാണ്. ഓരോ സ്റ്റെപ്പുകളായിട്ട് എഴുതാം, കാരണം ഇത് അങ്ങനെ പഠിച്ചാലേ ഇത് മനസ്സിൽ നിൽക്കുള്ളൂ. കാരണം വേറെ വലിയൊരു ഡെറിവേഷൻ എഴുതി പോകാനുള്ള ഫിസിക്സ് പോലെ ഇല്ല, നമുക്ക് ഓരോ സ്റ്റെപ്പുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അയണിന്റെ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. അയണിന്റെ എക്സ്ട്രാക്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെമറ്റൈറ്റും അതുപോലെ ഏതാണ്? മാഗ്നറ്റൈറ്റും ആണ്. എന്തുകൊണ്ട് അയൺ പൈറൈറ്റസ് എടുക്കില്ല എന്നുള്ള കാരണം പറഞ്ഞത്, അതിൽ സൾഫർ ഉണ്ട്. സൾഫറിന്റെ പ്രസൻസ് അയണിനെ പെട്ടെന്ന് എന്ത് ചെയ്യിക്കും? കൊറോഡ് ചെയ്യിക്കും. അതുകൊണ്ട് അത് ഉപയോഗിക്കില്ല. സോ നമ്മൾ ഉപയോഗിക്കുക ഏതാ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അപ്പൊ അത് വരെയുള്ള നോട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ 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 അപ്പൊ അതിന്റെ എക്സ്ട്രാക്ഷനിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം അയണില് എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അയണിൽ എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, അതായത് മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇരുമ്പിലുള്ള മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ കുറെ മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മറ്റേ ലീച്ചിങ്, അതുപോലെ തന്നെ വാട്ടറിൽ വാഷ് ചെയ്യുക, ഹൈഡ്രോളിക് വാഷ്, അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാഗ്നറ്റിക് സെപ്പറേഷൻ, അങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയേണില് എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. ആ മാലിന്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം? നീക്കണം. അതിന് ഏറ്റവും നല്ല മെത്തേഡ് ഏത് മെത്തേഡാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ഏത് മെത്തേഡാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഏറ്റവും ബെസ്റ്റ്. എന്തുകൊണ്ട്? കാരണം ഇരുമ്പല്ലേ, ഇരുമ്പിന് മാഗ്നറ്റ് ആയിട്ട് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള കഴിവില്ലേ? അപ്പൊ ഇരുമ്പിനെ ആര് അട്രാക്ട് ചെയ്യും? മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. പക്ഷെ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല? അട്രാക്ട് ചെയ്യാതെ അവിടെ കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഏത് മെത്തേഡാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക. ആദ്യമായിട്ട് അയൺ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ അയണിൽ എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ്. അയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തില്? ഓറില് എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏത് ഉപയോഗിക്കുകയാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. ആ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാൻ കാരണം എന്താ? ഇരുമ്പും മാഗ്നറ്റും തമ്മിൽ നല്ല അട്രാക്ഷൻ അല്ലേ? അപ്പൊ ഇരുമ്പ് മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇരുമ്പിനെ മാത്രമേ വലിച്ചെടുക്കുള്ളൂ. ആരെ വലിച്ചെടുക്കില്ല? ഇമ്പ്യൂരിറ്റീസിനെ വലിച്ചെടുക്കില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഒഴിവാക്കാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ കാൽസിനേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? റോസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽസിനേഷനും അതുപോലെ തന്നെ റോസ്റ്റിംഗും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ടു റിമൂവ് വാട്ടർ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിലുണ്ടാകുന്ന വെള്ളത്തിന്റെ പ്രസൻസ് റിമൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ കാർബണേറ്റുകളെ എന്ത് ചെയ്യാൻ? ഡീകമ്പോസ് ചെയ്യാൻ. കാർബണേറ്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യുന്നു. സോ അടുത്ത സ്റ്റെപ്പ് ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഭാഷ കൂടി പറയാം. നമ്മൾ എടുത്തിരിക്കുന്ന അയണിന്റെ ഓറില് എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ. ആ മാലിന്യങ്ങളെ ഒഴിവാക്കാൻ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കണം? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കണം. ഏത് ഉപയോഗിക്കണം? മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? കാരണം ഇരുമ്പും മാഗ്നറ്റും തമ്മിൽ അട്രാക്ഷൻ ആണ്. അപ്പൊ ഇരുമ്പ് മാഗ്നറ്റിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് മാഗ്നറ്റും മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. ആരെ അട്രാക്ട് ചെയ്യില്ല? ഇമ്പ്യൂരിറ്റീസിനെ അട്രാക്ട് ചെയ്യില്ല. അങ്ങനെ നമുക്ക് ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കിയെടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യും? കാൽസിനേഷനും ചെയ്യും, റോസ്റ്റിംഗും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അതിൽ വല്ല വെള്ളത്തിന്റെ വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന കാർബണേറ്റ്സുകളെ എന്ത് ചെയ്യിക്കുവാനും? ഡീകമ്പോസ് ചെയ്യിക്കാനും. കാർബണേറ്റുകളെ ഡീകമ്പോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത്? കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ എന്താ? അയണിന്റെ 3 ഓറുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. അതിൽ ഏതെടുക്കില്ല? അയൺ പൈറൈറ്റീസ് എടുക്കില്ല. കാരണം അയണിന്റെ അതിലെന്തുണ്ട്? സൾഫർ ഉണ്ട്. സൾഫറിന്റെ പ്രസൻസ് പെട്ടെന്ന് എന്ത് ചെയ്യും? തുരുമ്പിക്കാൻ കാരണമാവും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അതിനുശേഷം നമ്മൾ പറഞ്ഞു അടുത്ത മെത്തേഡ് ഈ അയണിന്റെ ഓറിൽ എന്തുണ്ടായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെ ഒഴിവാക്കണം. അത് ഒഴിവാക്കാനുള്ള മെത്തേഡ് ഏതാ? മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്തുകൊണ്ട് എന്നുള്ള കാരണം ഞാൻ പറഞ്ഞു. അതിനുശേഷം ഓറിനെ എന്ത് ചെയ്യുന്നു? കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നേതാ? അതിൽ വല്ല വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ? കാർബണേറ്റ്സുകളെ എന്ത് ചെയ്യാൻ? ഡീകമ്പോസ് ചെയ്യാനും ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽസിനേഷൻ, റോസ്റ്റിംഗ്. അപ്പൊ ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കാൽസിനേഷൻ, റോസ്റ്റിംഗ് ഈ പ്രോസസ്സിൽ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിമൂവ് വാട്ടർ, അതായത് വെള്ളത്തിന്റെ എന്തെങ്കിലും പ്രസൻസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കാനും കാർബണേറ്റ്സുകളെ എന്ത് ചെയ്യിക്കുവാനും? ഡീകമ്പോസ് ചെയ്യിക്കുവാനും. ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ അതും കൂടി നമുക്ക് നോട്ട് ചെയ്യാം. ഒന്ന് കമന്റ് ചെയ്യാം എല്ലാവരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എഴുതി വെച്ചോളൂ. ഒപ്പം തന്നെ എഴുതി പോവാട്ടോ. കാരണം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു പുകയായിട്ട് കിട്ടും. അപ്പൊ അപ്പം തന്നെ എഴുതി പോവാ. എഴുതി വെച്ചോളൂ. ഇങ്ങനെ എഴുതാം. The ore is concentrated by 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 magnetic separation. The ore is concentrated by
magnetic separation. The ore is concentrated by magnetic separation full stop. It is then calcined, CALCINED, calcined or roasted. റോസ്റ്റിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് കേട്ടാൽ അറിയുന്നുണ്ടാവും അല്ലേ, യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആണല്ലോ റോസ്റ്റിംഗ്. ഓക്കെ, കാൽസൈൻഡ് ഓർ എന്ത് റോസ്റ്റഡ്, കാൽസൈൻഡ് ഓർ റോസ്റ്റഡ് to remove water and to decompose carbonates, full stop. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ എഴുതി വെച്ചു. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയണിന്റെ എക്സ്ട്രാക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയണിന്റെ 3 ഓറുകളെ പറഞ്ഞു, അതിൽ ഏതാ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞു. പിന്നത്തെ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ കയറിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തത് എന്ത് ചെയ്തു? അതിനുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കണം. അതിനുപയോഗിച്ച മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കാൽസിനേഷനും റോസ്റ്റിങ്ങും നടത്തി. എന്തിനു വേണ്ടിയിട്ട്? അതിലുണ്ടാകുന്ന വാട്ടറിന്റെ പ്രസൻസ് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ, ഈ പറയുന്ന നമ്മുടെ കാർബണേറ്റുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ. അത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർ ഈസ് മിക്സഡ് വിത്ത്, എഴുതണ്ട, അവിടെ ശ്രദ്ധിക്കുക. ഓർ ഈസ് മിക്സഡ് വിത്ത് കാൽസ്യം കാർബണേറ്റ് ആൻഡ് കോക്ക്. കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം കാർബണേറ്റും അതുപോലെ തന്നെ കോക്കും കേട്ടോ. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണത് സാധനം? ലൈംസ്റ്റോൺ. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ രൂപാന്തരമാണ് ഇത് കോക്ക്. അപ്പൊ ഓർ ഈസ് മിക്സഡ് വിത്ത് കാൽസ്യം കാർബണേറ്റ് ആൻഡ് കോക്ക്. അതായത് നമ്മൾ നേരത്തെ കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞ ആ ഓറിനെ എടുത്തിട്ട് ആരൊക്കെയായിട്ട് മിക്സ് ചെയ്യാം? കാൽസ്യം കാർബണേറ്റും കോക്കുമായിട്ട് മിക്സ് ചെയ്യാം. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ലൈംസ്റ്റോൺ ആണ്. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ രൂപാന്തരമാണ്. അപ്പൊ നേരത്തെ നമ്മൾ കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞ ആ ഓർ എടുത്തിട്ട് കാൽസ്യം കാർബണേറ്റും കോക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. കാൽസ്യം കാർബണേറ്റ് പറഞ്ഞാൽ ലൈംസ്റ്റോൺ, അതുപോലെ തന്നെ കാർബണിന്റെ രൂപാന്തരമാണ് കോക്ക്. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഓറ് ഒരു പ്രത്യേക ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയും. ഫർണസ് എന്ന് പറഞ്ഞാൽ ചൂള എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ്. ആ ഫർണസിന്റെ മുകളിൽ നിന്നും താഴ്ത്തിക്കിടും. ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്ലാസ്റ്റ് ഫർണസ് ആണ് വിചാരിക്കുക. നമ്മൾ ഈ പറയുന്ന ഈ കാൽസ്യം കാർബണേറ്റും കോക്കും ചേർത്തിട്ടുള്ള ഓറിനെ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യും? താഴ്ത്തിക്കിടും. അതേസമയം താഴ്ത്തുന്ന മുകളിലേക്ക് ഒരു ഹോട്ട് എയർ നമ്മൾ പാസ് ചെയ്യും. ഹോട്ട് എയർ ബ്ലാസ്റ്റ്. നല്ല ചൂടുള്ള എയർ അടിഭാഗത്ത് നിന്ന് മുകളിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ നേരത്തെ കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഓർ എടുത്തിട്ട് കാൽസ്യം കാർബണേറ്റും കോക്കുമായിട്ട് മിക്സ് ചെയ്യാം. കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംസ്റ്റോൺ ആണ്. കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാർബണാണ്. ഇത് രണ്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത സാധനം എടുത്തിട്ട് നമ്മൾ എവിടേക്ക് ഇടും? ഈ പറയുന്ന ഈ ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും താഴത്തേക്ക് ഇടും. ബ്ലാസ്റ്റ് ഫർണസ് പറഞ്ഞു കഴിഞ്ഞാൽ ചൂള, കെമിസ്ട്രി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടും ഈ ഓറും ഈ കാൽസ്യം കാർബണേറ്റും കോക്കും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ കോമ്പൗണ്ട്. അതേസമയം അടിയിൽ നിന്നും ഹൈ ആയിട്ടുള്ള ഒരു ഹോട്ട് എയർ ബ്ലാസ്റ്റ്, നല്ല ചൂടുള്ള ഒരു എയർ നമ്മൾ മുകളിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റേജിന് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്?
കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞെടുത്തിട്ടുള്ള ആ ഓറ് ആരൊക്കെയായിട്ട് മിക്സ് ചെയ്യും? ലൈം സ്റ്റോണും അതുപോലെ തന്നെ കോക്കുമായിട്ട് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതിനെ ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും താഴത്തേക്ക് ഇടും. അതേസമയം താഴത്തുനിന്ന് മുകളിലേക്ക് എന്ത് പാസ് ചെയ്യുകയും ചെയ്യും? ഒരു ഹോട്ട് എയർ പാസ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മുടെ ഇത് കൂടിക്കൂടി വരികയാണ്, സ്റ്റെപ്പുകൾ കൂടിക്കൂടി വരികയാണ്. ഒന്ന് ആദ്യം മുതൽ പറഞ്ഞേ. അയണിന്റെ 3 ഓറുകൾ ഏതൊക്കെയാ? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. അയൺ പൈറൈറ്റീസ് എടുക്കില്ല, കാരണം സൾഫർ ഉണ്ട്. സൾഫറിന്റെ പ്രസൻസ് പെട്ടെന്ന് അതിനെ തുരുമ്പിക്കാൻ കാരണമാകും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതിനെ ഒഴിവാക്കണം. ഏത് മെത്തേഡാണ് ഉപയോഗിച്ചത്? മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റ് കൊടുത്തിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ അയണിനെ മാത്രമേ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുള്ളൂ. ആരെ അട്രാക്ട് ചെയ്യില്ല? ഈ പറയുന്ന ഇമ്പ്യൂരിറ്റീസിനെ അട്രാക്ട് ചെയ്യില്ല. ഇനി എന്ത് ചെയ്യണം? കാൽസിനേഷനും റോസ്റ്റിങ്ങും നടത്തണം. എന്തിനു വേണ്ടി? അതിനുണ്ടാവുന്ന വാട്ടറിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ കാർബണേറ്റ്സുകളെ എന്ത് ചെയ്യാൻ? ഡീകമ്പോസ് ചെയ്യാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അങ്ങനെ കാൽസിനേഷനും റോസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുന്ന ഓറ് ആരൊക്കെയായിട്ട് മിക്സ് ചെയ്യുക? കാൽസ്യം കാർബണേറ്റും കോക്കുമായിട്ട് മിക്സ് ചെയ്യുക. കാൽസ്യം കാർബണേറ്റ് പറഞ്ഞാൽ ലൈംസ്റ്റോൺ, കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടുക. അതേസമയം താഴത്തു നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യണം? ഒരു ഹോട്ട് എയർ ബ്ലാസ്റ്റ് പാസ് ചെയ്യും വേണം. അതാണ് നമ്മുടെ 3ാമത്തെ സ്റ്റേജിലെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട, ഇത് മുഴുവൻ ഒരുമിച്ച് ഇങ്ങോട്ട് പറയാവും വേണ്ടി വരിക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിക്കോളുന്നില്ല. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിട്ട് അപ്പൊ തന്നെ നോട്ട് തരുന്നത്. എഴുതി വെച്ചോളൂ. അടുത്ത പാരഗ്രാഫ് ഒക്കെ എഴുതിയാൽ മതി. Now the ore is mixed with limestone. Limestone bracketല് CaCO3 and coke COKE ബ്രാക്കറ്റിൽ C എന്നിടുക. and fed into a blast furnace. ഓക്കെ, ഒന്നുകൂടി പറയാം. അതിനെ എഴുതിച്ചോളൂ. The ore is mixed with limestone CaCO3 and coke bracketല് C and fed FED ഓർമ്മയില്ലാന്ന് ഉദ്ദേശിക്കുന്നത്. and fed into a blast furnace. From its top. TOP. Full stop. Simultaneously a blast of hot air is passed from the bottom of the furnace. Full stop. ഓക്കെ, അപ്പോൾ അവിടെ നിർത്താം. ഇവിടെ നോക്കാം. അപ്പൊ ചെയ്ത സ്റ്റെപ്പുകൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ബ്ലാസ്റ്റ് ഫർണസ് എടുത്തു. ബ്ലാസ്റ്റ് ഫർണസ്
സിംബോളിക് ആയിട്ട് വരയ്ക്കാട്ടോ, ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്ന് ഇട്ടു ആരൊക്കെ, നമ്മുടെ ഓറ്, അതിലേക്ക് എന്ത് മിക്സ് ചെയ്തിട്ടുണ്ട്, കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തുകൂടി മിക്സ് ചെയ്തിട്ടുണ്ട്, കോക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള കോമ്പൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തിക്ക് ഇടുന്നത്. അതേസമയം ഹോട്ടായിട്ടുള്ള എയർ നമ്മൾ എവിടെ നിൽക്ക് മുകളിലേക്ക് ചെയ്യുന്നു, മുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഹോട്ടായിട്ടുള്ള എയർ താഴ്ത്തുനിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു. അങ്ങനെ താഴ്ത്തുനിന്ന് മുകളിലേക്ക് പാസ് ചെയ്യിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ പറയുന്നതില് ഇതില് നമ്മുടെ എന്തുണ്ട്, കാർബൺ ഉണ്ട്, അതായത് കോക്ക് ഉണ്ട്. ആ കോക്ക് ബേൺ ചെയ്യും, കത്തും. കാരണം നമ്മുടെ ഈ വരുന്ന ഹോട്ട് എയർ ബ്ലാസ്റ്റില് ഈ കോക്ക് കത്തും. കോക്ക് കത്തിയിട്ട് C+R2 gives CO, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. C+R2 gives, കത്ത് എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാം. കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കാർബണും ഓക്സിജനും ചേർന്നിട്ട് എന്തുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഒരു പ്രാവശ്യം കൂടി പറയാം, നമ്മൾ നേരത്തെ ഓറും കാൽസ്യം കാർബണേറ്റും കോക്കും ചേർന്ന ആ കോമ്പൗണ്ട് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇടുക. അതേസമയം താഴ്ത്തുനിന്ന് മുകളിലേക്ക് ഹോട്ട് എയർ ബ്ലാസ്റ്റ് പാസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, കോക്ക് ബേൺ ചെയ്യും, കത്തും. എന്നിട്ട് കാർബൺ മോണോക്സൈഡ് അവിടെ ഫോം ചെയ്യും. എന്താ ഫോം ചെയ്യുക, കാർബൺ മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുക. അങ്ങനെ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുമ്പോൾ ആ കാർബൺ മോണോക്സൈഡ്, അതായത് CO എന്ന് പറയുന്നത് ഏതാണ്, കാർബൺ മോണോക്സൈഡ് ആണ്. ആ കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഏതിന്, ഇട്ടേല് ആര് മാത്രം, കാർബൺ മാത്രമാണ് എന്ത് ചെയ്തത്, കാർബൺ എന്ന് പറഞ്ഞാൽ കോക്ക്. ആ കോക്ക് ബേൺ ചെയ്യാൻ പറഞ്ഞ കത്ത, എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചോളൂ. അതിപ്പോ തന്നെ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എഴുതാൻ പറ്റില്ല. എഴുതി വെച്ചോളൂ. ദ കോക്ക് combines with oxygen, അല്ലെങ്കിൽ കോക്ക് ബേൺ ചെയ്ത് ഏതായാലും കുഴപ്പമില്ല, combines with oxygen forming carbon monoxide, ഓക്കെ. എന്നിട്ട് ഈ കാർബൺ മോണോക്സൈഡ് കണ്ടിരുന്ന കാർബൺ മോണോക്സൈഡ് ആണ്, നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് നല്ല ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാർബൺ മോണോക്സൈഡ് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ കാർബൺ മോണോക്സൈഡ് ആണ് ഏറ്റവും അവസാനം ആരെ റെഡ്യൂസ് ചെയ്യിക്കുന്നത്, അയണിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കുന്നത്, പ്യുവർ മെറ്റൽ ആക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ ഹൈയസ്റ്റ് ആയിട്ടുള്ള എന്താണ്, റെഡ്യൂസിങ് ഏജന്റുകളാണ്. അപ്പൊ ഇവിടെ ഉണ്ടായി കാർബൺ മോണോക്സൈഡ് എന്ത് ചെയ്യും, അയൺ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റും, പ്യുവർ മെറ്റൽ ആക്കിയിട്ട് മാറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഒരു പ്രാവശ്യം കൂടി പറയാം. നേരത്തെ നമ്മൾ ഏതൊക്കെ മിക്സ് ചെയ്തത്, ഓറും CaCO3 കാർബണായിട്ട് മിക്സ് ചെയ്തു. അതെടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. അതേസമയം ഹോട്ട് എയർ ബ്ലാസ്റ്റ് മുകളിലേക്ക് വിട്ടു. അപ്പൊ എന്തുണ്ടായി, ഈ ഇതിലുണ്ടായിരുന്ന കോക്ക് ബേൺ ചെയ്തു. കോക്ക് മാത്രമേ ബേൺ ചെയ്തുള്ളൂ കേട്ടോ, ഇയാളുടെ കാര്യം നമുക്ക് പറയാനുണ്ട്. അപ്പൊ കോക്ക് ബേൺ ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ മോണോക്സൈഡ് ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഈ റെഡ്യൂസിങ് ഏജന്റ്, അതായത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് അയൺ ഓക്സൈഡ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ട് പ്യുവർ ആയിട്ടുള്ള എന്താക്കിയിട്ട് മാറ്റും, അയൺ ആക്കിയിട്ട് മാറ്റും. അതാണ് നമ്മുടെ ആവശ്യം. കാരണം ഇരുമ്പിനെ എക്സ്ട്രാക്ട് ചെയ്യല്ലേ, ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ട എന്താണ്, അയൺ. അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം, കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ്. അത് അയൺ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റും, അയൺ ആക്കിയിട്ട് മാറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ അതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. C+R2 gives CO എന്ന് എഴുതുക. C+R2 gives CO എന്ന് എഴുതുക. എന്നിട്ട് എഴുതുക, അടുത്ത ലൈനിൽ എഴുതുക, the carbon monoxide
the carbon monoxide moves to the upper part, moves to the upper part, moves to the upper part of the furnace, moves to the upper part of the furnace and combines with iron oxides and reduces them into iron. അതിന്റെ കെമിക്കൽ ഈക്വേഷൻസ് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. വായിച്ചു തരാം, നോക്കിക്കോളൂ, ഞാൻ വായിച്ചു തരാം. 3Fe2O3 plus CO gives 2Fe3O4 plus CO2. അവിടെ ഉണ്ടായ Fe3O4 പ്ലസ് വീണ്ടും കാർബൺ മോണോക്സൈഡ് കമ്പൈൻ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അയൺ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. 3Fe2O3 plus CO gives 2Fe3O4 plus CO2. Fe3O4 plus 4CO gives 3Fe plus 4CO2. എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാം. ഈക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ 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 ഇവിടെ നോക്കട്ടെ. ഈക്വേഷനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പഠിക്കാനേ നോക്കിയുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഉദ്ദേശിക്കുന്നേ ഉള്ളൂ, അയൺ ഓക്സൈഡുകൾ ഉണ്ടാവും. ആ അയൺ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് മോളിലേക്ക് പോയത്. എന്നിട്ട് Fe3O4 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ആ Fe3O4 വീണ്ടും കാർബൺ മോണോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കും, Fe ആക്കി മാറ്റും. നോക്കിയേ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്, അയൺ ആണ് കിട്ടിയത്. കാരണം അതിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അപ്പൊ ഈ ഈക്വേഷൻസ് കെമിസ്ട്രി ആണ്, അറിയാലോ. ഈക്വേഷൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്, പഠിക്കുക. അയൺ ഓക്സൈഡ് ആണിത്. അയൺ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റ് അയച്ചത് Fe3O4 ആദ്യം ഫോം ചെയ്യും. Fe3O4 കാർബൺ മോണോക്സൈഡ് വീണ്ടും റെഡ്യൂസ് ചെയ്തിട്ട് അയൺ ആക്കിയിട്ട് മാറ്റും. അപ്പൊ ഈക്വേഷൻസ് അതുപോലെ തന്നെ പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ ഇതുവരെ ഒന്നും കൂടി പറഞ്ഞേ, കാരണം ആദ്യം സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുന്നവരും കൈവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തിന്റെ എക്സ്ട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നത്, അയണിന്റെ എക്സ്ട്രാക്ഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അയണിന്റെ 3 ഓറുകൾ ഏതൊക്കെയാ, എമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റിസ്. അയൺ പൈറൈറ്റിസ് എടുക്കില്ല, കാരണം സൾഫർ ഉണ്ട്. സൾഫറിന്റെ പ്രസൻസ് അയണിനെ കുറവടിക്കും. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതിനെ ഒഴിവാക്കണം. ഏതാണ് മെത്തേഡ്, മാഗ്നറ്റിക് സെപ്പറേഷൻ. അതിനുശേഷം എന്ത് ചെയ്യും, കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് നടത്തും. എന്തിനു വേണ്ടി, അതിലുള്ള വാട്ടറിന്റെ പ്രസൻസ് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ കാർബണൈസുകളെ ഡീകമ്പോസ് ചെയ്യിക്കാനും. അപ്പോൾ നേരത്തെ ബ്രേക്കപ്പ് ഒന്നുകൂടി വേഗം പറയാം. നമ്മൾ അയണിന്റെ എക്സ്ട്രാക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ സ്റ്റെപ്പ് ഏതായിരുന്നു, ഈ പറയുന്ന റെഡ്യൂസിങ് നാച്ചറിനെ കുറിച്ചിട്ടായിരുന്നു. റെഡ്യൂസ് ചെയ്തിട്ട് Fe ആയിട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ആ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ടത് ആരൊക്കെയാണ്, ഓറും കാൽസ്യം കാർബണേറ്റും പിന്നെ ആരെയാണ്, കോക്കിനെയും കൂടിയിട്ടാട്ടത്. അതേ കോക്കിന് എന്ത് സംഭവിച്ചു, കോക്ക് പോയിട്ട് എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ആരുമായിട്ട്, ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ഇനി ഇതിന് വേറൊരാൾ നിൽക്കുന്നില്ലേ, CaCO3. അയാൾ എന്ത് ചെയ്യും, ഈ ഹോട്ട് എയർ ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യും. കാൽസ്യം കാർബണേറ്റ്, ലൈംസ്റ്റോൺ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. അങ്ങനെ ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ എന്തും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. എന്തൊക്കെയാ ഫോം ചെയ്യാം, കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. ശ്രദ്ധിക്കട്ടെ, അപ്പൊ ഒന്ന് കട്ടായ കാരണം ചിലപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടുണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക. അയണിന്റെ എക്സ്ട്രാക്ഷനിൽ ചെയ്ത മെത്തേഡുകൾ ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തി, അതിനുശേഷം കാൽസിനേഷൻ റോസ്റ്റിംഗ് നടത്തി, മോളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു. ആ താഴത്തേക്ക് ഇട്ടപ്പോൾ കോക്ക് എന്ത് ചെയ്തു, ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി.
ആ കാർബൺ മോണോക്സൈഡ് മുകളിൽ പോയിട്ട് അയൺ ഓക്സൈഡിനെ പിടിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് ആരാക്കി മാറ്റി, അയൺ ആക്കി മാറ്റി. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനിയത്തെ കാര്യമാണ് പറയുന്നത്. കാർബൺ അങ്ങനെ പോയി. ഇനി ആരുണ്ട് അതില്? കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഈ അടിയിൽ നിന്ന് വരുന്ന ഹോട്ട് എയർ ഉള്ള കാരണം ഈ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കും. വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. എന്തൊക്കെയാ ഫോം ചെയ്യുക? കാൽസ്യം ഓക്സൈഡും അതുപോലെ തന്നെ ഏതും ഫോം ചെയ്യും, കാർബൺ ഡയോക്സൈഡും ഫോം ചെയ്യും. അങ്ങനെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കൂടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും 3 വാക്കുകൾ. ഫ്ലക്സ്, ഗാങ്, സ്ലാഗ്. പഠിച്ചിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. പഠിച്ചിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗാങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ ഗാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്യൂരിറ്റീസ്. ആ ഇംപ്യൂരിറ്റീസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഫ്ലക്സ്. ആ ഫ്ലക്സും ഗാങ്ങും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ആര്? സ്ലാഗ്. അപ്പൊ ഫ്ലക്സ് പ്ലസ് ഗാങ് ഈക്വൽസ് സ്ലാഗ് നമുക്ക് എഴുതാം. ഫ്ലക്സ് പ്ലസ് ഗാങ് ഈക്വൽസ് നമുക്ക് എന്താ എഴുതാം? സ്ലാഗ്. അപ്പൊ എന്താണ് ഗാങ്? ഇംപ്യൂരിറ്റീസ്. എന്താണ് ഫ്ലക്സ്? ആ ഇംപ്യൂരിറ്റീസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്ലക്സ്. ഈ ഫ്ലക്സും ഗാങ്ങും ചെയ്യുന്നുണ്ടാകുന്ന മോൾട്ടൺ ആയിട്ടുള്ള വസ്തുക്കളാണ് ഇത്? സ്ലാഗ്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ? ഈ കാൽസ്യം കാർബണേറ്റ് അടിയിൽ നിന്ന് വരുന്ന ഹോട്ട് എയർ ബ്ലാസ്റ്റിൽ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും. കാൽസ്യം ഓക്സൈഡും ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും. അങ്ങനെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടത്തെ നമ്മുടെ ഫ്ലക്സ് ആയിട്ട് വരുന്നത്. എന്തായിട്ട് വരുന്നത്? ഫ്ലക്സ് ആയിട്ട് വരുന്നത്. കാൽസ്യം കാർബണേറ്റ് വിഘടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും. ഈ കാൽസ്യം ഓക്സൈഡ് നമ്മുടെ ഇവിടുത്തെ ഫ്ലക്സ് ആയിട്ട് വരും. ഗാങ് എന്ന് പറഞ്ഞാൽ SiO2. ഇരുമ്പിലുണ്ടാവുന്ന മാലിന്യങ്ങൾ ഏതാണ്? SiO2. സിലിക്കൺ ഡയോക്സൈഡ് എന്ന രീതിയിലാണ് വരിക. സിലിക്ക നമ്മൾ പറയും. അപ്പൊ കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ്, SiO2 ആണ് ഗാങ്. കൺഫ്യൂഷൻ വേണ്ട, ഒരു പ്രാവശ്യം കൂടി പറയാം. എന്താ നമ്മൾ പറഞ്ഞത്? ഇംപ്യൂരിറ്റീസ്, ഓറിൽ അടങ്ങിയിരിക്കുന്ന ഇംപ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഗാങ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഫ്ലക്സ്. ഫ്ലക്സും ഗാങ്ങും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന വസ്തുക്കളാണ് സ്ലാഗ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് ഗാങ്? ഇരുമ്പിൽ ഉണ്ടാവുന്ന ഗാങ് എപ്പോഴും SiO2 ആണ്. സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയുന്നതാണ് ഇരുമ്പിൽ അടങ്ങിയിരിക്കുന്ന ഗാങ്. ഇതിനെ ഒഴിവാക്കണമെങ്കിൽ ഇത് നേരിട്ട് അവിടെ ഒഴിവാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഒരു ഫ്ലക്സ് ആഡ് ചെയ്യും. ആരാണ്? കാൽസ്യം ഓക്സൈഡ് ആണ് നമ്മുടെ ഫ്ലക്സ്. അതായത് കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും? കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവും. അയാളാണ് നമ്മുടെ എന്ത്? ഫ്ലക്സ്. ഈ ഫ്ലക്സും ഗാങ്ങും കൂടി ചേർന്ന് എന്തുണ്ടാവും? സ്ലാഗ് ഉണ്ടാവും. അതിന്റെ ഫോർമുലയാണ് CaSiO3. CaSiO3 കാൽസ്യം സിലിക്കേറ്റ്. കാൽസ്യം സിലിക്കേറ്റ് എന്ന് നമ്മൾ വിളിക്കും. സോ ദാറ്റ് ഈസ് അവർ എന്ത്? സ്ലാഗ്. കാൽസ്യം സിലിക്കേറ്റ് ആണ് സ്ലാഗ്. അപ്പൊ ആരൊക്കെ ഫ്ലക്സ്, ആരൊക്കെ ഗാങ്, ആരൊക്കെ സ്ലാഗ്? കാൽസ്യം ഓക്സൈഡ് ആണ് ഫ്ലക്സ്, SiO2 ആണ് ഗാങ്. രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന സ്ലാഗ് ആണ് CaSiO3 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ ഈ CaO ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് അത് ഈ ഗാങ്ങുമായിട്ട് എന്ത് ചെയ്തത്? മിക്സ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ CaCO3 ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ 5ാമത്തെ സ്റ്റെപ്പ് മാത്രം ഒരു പ്രാവശ്യം കൂടി പറയാം. നമ്മൾ ആഡ് ചെയ്തതിൽ കോക്ക അങ്ങനെ കത്തിപ്പോയി, ബാക്കി CaCO3 ഉണ്ടായിരുന്നു. ആ CaCO3 അങ്ങോട്ട് ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ്, ഗാങ്, സ്ലാഗ്. ആരാണ് ഗാങ്? ഇംപ്യൂരിറ്റീസ് ആണ് ഗാങ്. അത് ഒഴിവാക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്ന വസ്തുക്കളാണ് ഫ്ലക്സ്. അങ്ങനെ കിട്ടുന്ന നമ്മുടെ മോൾട്ടൺ ആയുള്ള വസ്തുക്കളാണ് ഇത്? സ്ലാഗ്. അപ്പൊ ഫ്ലക്സും ഗാങ്ങും ചേർന്നിട്ട് ഏതുണ്ടാവും? സ്ലാഗ് ഉണ്ടാവും. ഗാങ് ആണ് SiO2, ഫ്ലക്സ് ആണ് CaO. രണ്ടും കൂടി ചേർന്നാൽ ഉണ്ടാവുന്ന സ്ലാഗ് ആണ് CaSiO3. CaSiO3 പറഞ്ഞാൽ ആരാണിത്? കാൽസ്യം സിലിക്കേറ്റ്.
അപ്പൊ ഈ CaO ഉണ്ടായതുകൊണ്ടല്ലേ SiO2 ആയിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈ CaO ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഒപ്പം ആഡ് ചെയ്തിടുന്നത്, കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും ഒപ്പം ചേർത്തിടുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ക്ലിയർ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എഴുതി വെച്ചോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. അറ്റ് ഹൈ ടെമ്പറേച്ചർ, അറ്റ് ഹൈ ടെമ്പറേച്ചർ, നിഹാലിനെ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? നിഹാൽ കണക്ട് ആയില്ലേ? നിഹാൽ, അറ്റ് ഹൈ ടെമ്പറേച്ചർ, അറ്റ് ഹൈ ടെമ്പറേച്ചർ, അറ്റ് ഹൈ ടെമ്പറേച്ചർ limestone CaCO3. okay Nihal, okay, limestone CaCO3, CaCO3 is decomposed into, is decomposed into, is decomposed into CaO, CaO and CO2. Full stop. This CaO, this CaO, this CaO combines with this CaO, combines with silicate impurity, silicate impurity, silicate impurity, silicate impurity of the ore, of the ore to form slag, SLAG, to form slag. Full stop. This slag is in, this slag is in, this slag is in molten stage, ഉരുകിയ അവസ്ഥയിൽ, molten, MOLTEN, molten state, and separate out from, and separate out from iron, separate out from iron. എന്നിട്ട് എഴുതി വെച്ചോളൂ, ഈക്വേഷൻസ് എഴുതി വെച്ചോളൂ. CaCO3 gives, CaCO3 gives CaO plus CO2, CaO plus CO2, എന്നിട്ട് അടുത്ത ലൈനില് ഫ്ലക്സ് പ്ലസ് ഗാങ്, ഫ്ലക്സ് പ്ലസ് ഗാങ് ഈക്വൽ ടു സ്ലാഗ് എന്ന് എഴുതാം. എന്നിട്ട് അതിന് താഴെ തന്നെ കൃത്യമായിട്ട് എഴുതാം ഫ്ലക്സ് ആരാ, ഗാങ് ആരാ, സ്ലാഗ് ആരാ. CaSiO3 എന്ന് പറഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ്, അതാണ് കാൽസ്യം സിലിക്കേറ്റ് ആണ് നമ്മുടെ സ്ലാഗ്. എഴുതി കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മന്യ, നിഷാന, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് ഞാൻ ആദ്യം മുതലോട് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടെ ഓർമ്മ കിട്ടിക്കോളണമെന്നില്ല. ഇങ്ങനെയാണ് അയണിന്റെ എക്സ്ട്രാക്ഷൻ ആയിട്ട് വരുന്നത്. ഒന്ന് പറഞ്ഞേ, അയണിന്റെ എക്സ്ട്രാക്ഷനിൽ ഉപയോഗിക്കുന്ന 3 ഓറുകൾ ഏതൊക്കെയാ? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ്. അയൺ പൈറൈറ്റീസ് എടുക്കില്ല, കാരണം അതിന് എന്തുണ്ട്, സൾഫർ ഉണ്ട്. സൾഫറിന്റെ പ്രസൻസ്
പെട്ടെന്ന് തുരുമ്പിക്കാൻ കാരണമാവും. ഇനി ആദ്യം അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതിനെ ഒഴിവാക്കണം. ഏതാണ് മെത്തേഡ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ആ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ചിട്ട് ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് സംഭവിക്കും? അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽസിനേഷനും റോസ്റ്റിങ്ങും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? വാട്ടറിന്റെ പ്രസൻസ് ഒഴിവാക്കാനും അതിലുണ്ടാവുന്ന കാർബണേറ്റുകളെ ഡീകമ്പോസ് ചെയ്യാനും. ഇനി എന്താ ചെയ്യുക? ആ ഓറ് രണ്ടാൾക്കാരായിട്ട് മിക്സ് ചെയ്യും. ആരൊക്കെയാ? ലൈം സ്റ്റോണും കോക്കും. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടും. അങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതേസമയം താഴത്തുനിന്ന് മുകളിലേക്ക് ഹൈ ആയിട്ടുള്ള ഒരു ഹോട്ട് എയർ പാസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ആ ഇട്ടയിലുള്ള കോക്ക് മാത്രം ആരുമായി കമ്പൈൻ ചെയ്യും? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ മോണോക്സൈഡ് മുകളിലേക്ക് പോയിട്ട്, നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് മുകളിലേക്ക് പോയിട്ട് അയൺ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? അയൺ ആക്കി മാറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ കോക്കിന്റെ കാര്യം അവിടെ കഴിയും. ഇനി ഒരാൾ ആഡ് ചെയ്യുന്നുണ്ട്, കാൽസ്യം കാർബണേറ്റ്. അയാൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് എന്താവും? CaO ഉണ്ടാവും, CO2 ഉണ്ടാവും. ഈ CaO എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫ്ലക്സ്. അപ്പൊ എന്താണ് ഫ്ലക്സ്, എന്താണ് ഗാങ്, എന്താണ് സ്ലാഗ് എന്ന് ഓർത്തിരിക്കുക. ഇമ്പ്യൂരിറ്റീസ് ആണ് ഗാങ്, അതിൽ ആഡ് ചെയ്തിരിക്കുന്ന വസ്തുക്കളാണ് ഫ്ലക്സ്. രണ്ടും കൂടി ചേർന്നാൽ കിട്ടുന്ന വസ്തുവാണ് സ്ലാഗ്. CaCO3 നമ്മുടെ ലൈം സ്റ്റോൺ ഡീകമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ആ CaO വന്നിട്ട് ആരുമായിട്ട് മിക്സ് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് മിക്സ് ചെയ്യും. ആരാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ്? SiO2. എന്നിട്ട് CaO പ്ലസ് SiO2 ചേർന്ന് എന്തുണ്ടാവും? CaSiO3 ഉണ്ടാവും. അതാണ് നമ്മുടെ എന്ത്? സ്ലാഗ്. അത് ഉരുകിയ അവസ്ഥയിലാവും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് വേർതിരിച്ച് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? പ്യുവർ ആയിട്ടല്ല, നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? അയൺ കിട്ടും. പ്യുവർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 3 മാർക്കിന്റെയാണ് ചോദിക്കാറ് കേട്ടോ. ഒന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ. ഇതിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഏറ്റവും ആദ്യം ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന അയൺ, ഏറ്റവും ആദ്യം ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അയണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. എന്താ വിളിക്കുക? പിഗ് അയൺ. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ആദ്യമായി കിട്ടുന്ന അയണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പിഗ് അയൺ. ഏറ്റവും ആദ്യം കിട്ടുന്നത് കേട്ടോ. അതില് ഈ പിഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4% എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. പിന്നെ ചെറിയ ഇമ്പ്യൂരിറ്റീസ്, സ്മോളർ ഇമ്പ്യൂരിറ്റീസ്, ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ലൈക്ക് ഏതൊക്കെയാവും? സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ് പോലത്തെ ചെറിയ ഇമ്പ്യൂരിറ്റീസ് അതിൽ ഉണ്ടാവും. അതും 4% കാർബൺ ആയിരിക്കും. ഇത് രണ്ടും കൂടി ചേർന്ന് ആദ്യമായിട്ട് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന അയണാണ് ഏത്? പിഗ് അയൺ. എന്താ വിളിക്കുക? പിഗ് അയൺ എന്ന് പറയുന്നത്. ആ അതിന് എന്തൊക്കെ ഉണ്ടാവുക? പ്യുവർ ആയിട്ട് 100% അയൺ ആവില്ല. 4% അതിൽ കാർബൺ ആയിരിക്കും. പിന്നെ സൾഫറിന്റെയോ സിലിക്കന്റെയോ ഫോസ്ഫറസിന്റെയോ മാംഗനീസിന്റെയോ ചെറിയ പ്രസൻസും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടുന്ന അയണിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പിഗ് അയൺ. എന്താ വിളിക്കുക? പിഗ് അയൺ. അപ്പൊ അത് എഴുതി വെച്ചോളൂ. The iron obtained from the blast furnace. The iron obtained from the blast furnace. Iron obtained from the blast furnace is called എന്താ? പിഗ് അയൺ. Pig iron. Full stop. It contains 4% carbon, 4% carbon, 4% carbon, and smaller amount of impurities,
smaller amount of impurities like silicon, sulfur, phosphorus, manganese, etc. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ആ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണാണ് ഇത് പിഗ് അയൺ. അതിന് 4% കാർബൺ ആവും, പിന്നെ സിലിക്കൺ, സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ് തുടങ്ങിയ ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനത്തെ കിട്ടുന്ന അയണാണ് പിഗ് അയൺ എന്ന് പറഞ്ഞത്. ഇനി ഇതിനെ നമ്മൾ ഈ പിഗ് അയണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യുന്നു. പിഗ് അയൺ ഈസ് മെൽറ്റഡ് വിത്ത് കോക്ക്. പിഗ് അയണിനെ നമ്മൾ ഏത് ചെയ്യുന്നു? കോക്കുമായിട്ട് ചേർത്ത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറൊരു അയൺ കിട്ടും. അതാണ് ഇത് കാസ്റ്റ് അയൺ. എന്താ വിളിക്കുക? കാസ്റ്റ് അയൺ. പിഗ് അയൺ നമ്മൾ എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യുക. ആരുമായിട്ട്? ഈ പറയുന്ന കോക്കുമായിട്ട് ഹൈ ആയിട്ടുള്ള ഹോട്ട് എയർ ബ്ലാസ്റ്റിന് മെൽറ്റ് ചെയ്യുക. ഹോട്ട് എയർ ബ്ലാസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യുക. അങ്ങനെ മെൽറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹാർഡ് ആയിരിക്കും. വളരെയധികം കാഠിന്യം കൂടിയ വസ്തുവാണ് ഇത് ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. നേരത്തെ നമുക്ക് കിട്ടിയത് എന്താണ്? പിഗ് അയൺ. ആ പിഗ് അയണിനെ നമ്മൾ മെൽറ്റ് ചെയ്യുക. ആരെ ചേർത്തിട്ട്? കോക്കുമായിട്ട് ചേർത്തിട്ട്. അപ്പൊ നമുക്ക് വേറൊരു ഫോം ഓഫ് അയൺ കിട്ടും. ആ അയണിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാസ്റ്റ് അയൺ. ഹാർഡാണ്, വളരെയധികം ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു അയൺ ആണ് ഇത് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു പ്രാവശ്യം കൂടി പറയാം. ഏറ്റവും ആദ്യം നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിനെ വിളിക്കുന്ന പേരെന്താണ്? പിഗ് അയൺ. അതിൽ 4% കാർബൺ ഉണ്ടായിരിക്കും, പിന്നെ ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ്, സൾഫറിന്റെയും മാംഗനീസിന്റെയും ഫോസ്ഫറസിന്റെയും ഒക്കെ ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ആ പിഗ് അയണിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യുക. ആര് ചേർത്തിട്ട്? കോക്കുമായി ചേർത്തിട്ട്. അപ്പൊ വേറൊരു തരത്തിലുള്ള അയൺ കിട്ടും. അതാണ് നമ്മുടെ ഈ പറയുന്ന കാസ്റ്റ് അയൺ. ഇത് എക്സ്ട്രീംലി എന്താണ്? ഹാർഡാണ്. അപ്പൊ പിഗ് അയണിന് കിട്ടുന്ന സാധനമാണ് ഇത് കാസ്റ്റ് അയൺ. എന്തുമായി ചേർത്ത് മെൽറ്റ് ചെയ്താൽ? കോക്കുമായി ചേർത്ത് മെൽറ്റ് ചെയ്യുക ഹോട്ട് എയർ ബ്ലാസ്റ്റിന്റെ. ക്ലിയർ ആണല്ലോ? അപ്പൊ അതും കൂടി എഴുതിച്ചോളൂ. when pig iron is melted with coke, in the presence of hot air blast, cast iron is formed. Full stop. It is extremely hard. അപ്പൊ പിഗ് അയൺ കിട്ടുന്നതാണ് നമ്മുടെ കാസ്റ്റ് അയൺ. അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയ അയണിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പിഗ് അയൺ. അതിൽ നിന്നും കിട്ടുന്നതാണ് നമ്മൾ പഠിച്ചു പോയത് കാസ്റ്റ് അയൺ. ഇനി ഈ കാസ്റ്റ് അയണിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഈ പറയുന്ന റെഡ്യൂസ് ചെയ്യുക. കാസ്റ്റ് അയണിനെ നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക. അതുകൂടി എഴുതി വെച്ചോളൂ. എഴുതി കഴിഞ്ഞിട്ട് പറയാം. അടുത്ത ലൈനിൽ എഴുതാം. The purest form of iron is rod
ബോണ്ട് എങ്ങനെയുണ്ട് ഓർ malleable iron. Wrought iron or malleable iron. Purest form of iron. ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഇരുമ്പിന്റെ രൂപം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ wrought iron or malleable iron. Wrought iron or malleable iron. അടുത്ത ലൈനിൽ എഴുതി കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. It is prepared from cast iron. It is prepared from cast iron by oxidizing impurities in a reverberatory furnace. Spelling is reverberatory furnace. പേര് പഠിച്ചൊക്കെ വേണ്ടു, പ്രത്യേകിച്ച് reverberatory furnace. Reverberatory furnace. Full stop. അപ്പൊ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യം കിട്ടിയത് പിഗ് അയൺ, അതിൽ നിന്നും കിട്ടുന്നത് കാസ്റ്റ് അയൺ. പിന്നെ അത് കാസ്റ്റ് അയണിനെ നമ്മൾ എന്ത് ചെയ്യാം, ഓക്സിഡൈസ് ചെയ്യാം. അപ്പൊ കിട്ടുന്ന എന്തിൽ വെച്ചിട്ട് റെവർബറേറ്ററി ഫർണസ് വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അയണിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു രൂപമായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് wrought iron അല്ലെങ്കിൽ ഏതാണ്, malleable iron. wrought iron അല്ലെങ്കിൽ ഏതാണ്, malleable iron. അപ്പൊ എങ്ങനെയാണ് 3 അയൺസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അയൺ ആണ് ഇത് പിഗ് അയൺ. ആ പിഗ് അയണിനെ മെൽറ്റ് ചെയ്യുന്നു, നമ്മൾ ഇതുമായിട്ട് ചേർത്തിട്ട് നമ്മുടെ കോക്കുമായിട്ട് ചേർത്തിട്ട് മെൽറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ മുകളിൽ എക്സ്ട്രീംലി ഹാർഡാണ്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാർഡാണ്. ഈ കാസ്റ്റ് അയണിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അയണാണ് wrought iron അല്ലെങ്കിൽ ഏത്, malleable iron എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുക, ഇമ്പ്യൂരിറ്റീസിനെ ഒക്കെ ഓക്സിഡൈസ് ചെയ്ത് കളയുക. എന്ത് ഫർണസിന്, ഒരു പ്രത്യേക തരത്തിലുള്ള ഫർണസ്, അതിനെ വിളിക്കുന്ന പേരാണ് റെവർബറേറ്ററി ഫർണസ്. ഓരോന്നും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചു നോക്കാറുണ്ട്. എന്താണ് കാസ്റ്റ് അയൺ, എന്താണ് പിഗ് അയൺ, ഹാർഡസ്റ്റ് ആയ അയൺ ഏതാ, 4% കാർബൺ അടങ്ങിയത് ഏതാണ് 4% കാർബൺ അടങ്ങിയ അയൺ, ഈ പറയുന്ന പിഗ് അയൺ. പിഗ് അയൺ എന്ന് പറഞ്ഞാൽ 4% കാർബൺ, പിന്നെ സൾഫറിന്റെയും ഫോസ്ഫറസിന്റെയും സിലിക്കന്റെയും മാംഗനീസിന്റെയും ഒക്കെ ചെറിയ ചെറിയ ഇമ്പ്യൂരിറ്റീസും അവിടെ ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് അബൌട്ട് എന്ത്, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞത്. സോ 3 തരത്തിലുള്ള അയൺ നമുക്ക് കിട്ടും. അതൊക്കെ അതുപോലെ തന്നെ പഠിച്ചാൽ പിഗ് അയണിൽ നിന്നും കാസ്റ്റ് അയണിൽ നിന്നും wrought iron അല്ലെങ്കിൽ ഏതാണ്, malleable iron. അതെങ്ങനെയാണ്, പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതാണ്, wrought iron അല്ലെങ്കിൽ malleable iron.